അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, നമുക്കിന്ന് വീഡിയോയിൽ നോക്കാനുള്ളത് 5ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്ക് പാദവാർഷിക പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്ന കുറച്ച് മോഡൽ ചോദ്യങ്ങളായിട്ടാണ്. അപ്പോൾ വീഡിയോ മുഴുവനായും കാണുക. അതുപോലെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ പ്രവർത്തനം പൂരിപ്പിക്കാനാണ്. 1. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിവാക്കു ഡാഷ് ലിൽ ഫമി ഡാഷ് ലിർ റബ്ബി. അത് നമുക്ക് 6ാമത്തെ പാഠത്തിൽ കാണാൻ കഴിയും. പാഠത്തിൻ്റെ ലാസ്റ്റ് ഭാഗത്ത് കേട്ടോ. പൂരിപ്പിച്ച് കൊടുക്കുക. അതിൻ്റെ അർത്ഥം കൂടെ പഠിക്കണേ. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സിവാക്കു മത്ഹറത്തുൽ ലിൽ ഫമി മറല്ലാത്തുൽ ലിർ റബ്ബി. അതിൻ്റെ അർത്ഥം പല്ല് തേക്കൽ വായ ശുദ്ധിയാകുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാകും. ഇനി അടുത്തത് ആശയം എഴുതാം. നമ്മൾ കൊടുത്തിട്ടുള്ള ഹദീസിൻ്റെ അർത്ഥം എഴുതി കൊടുക്കാം. 1. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം തഫ്ളുലു സ്വലാത്തുല്ലത്തി യുസ്താഖു ലഹ അല സ്വലാത്തില്ലത്തി ലാ യുസ്താഖു ലഹ 70 ളഅഫൻ. അതിൻ്റെ അർത്ഥം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മിസ്വാക്ക് ചെയ്തുകൊണ്ടുള്ള നിസ്കാരം അല്ലാത്തവയേക്കാൾ 70 ഇരട്ടി പ്രതിഫലമുള്ളതാണ്. ഇനി അടുത്ത പ്രവർത്തനം ഈ 2 വീതം ഉദാഹരണം എഴുതാനാണ്. 1. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തുകൾ. അത് നിർബന്ധമായി പഠിക്കണം. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തുകൾ കൂടുതലായിട്ട് ഈ പാഠത്ത് നിന്ന്, അതായത് ആദാനു വൽ ഇഖാമത്ത് എന്നുള്ള പാഠം, ആ പാഠത്തു നിന്ന് കാര്യമായിട്ട് ചോദ്യങ്ങളൊന്നും വരാറില്ല. എങ്കിലും ഇപ്രാവശ്യം ചിലപ്പോൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായി പഠിക്കുക. ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തുകളിൽ 1 മുസ്ലിം ആവുക. 2 വകതിരിവുള്ളവനാവുക. 3 സമയമാവുക. 4 പദങ്ങളുടെ ഇടയിൽ തുടർച്ച ഉണ്ടാവുക. 5 തർത്തീബാക്കുക. 6 ജമാഅത്തിനാണെങ്കിൽ ജഹറാക്കുക. ഇതൊക്കെ ബാങ്കിൻ്റെയും ഇഖാമത്തിൻ്റെയും ഷർത്തിൽപ്പെട്ടതാണ്. ഇനി അടുത്തത് തയമ്മും സഹീഹാകാനുള്ള ഷർത്തുകൾ. തയമ്മും എന്നുള്ള പാഠം നമുക്കറിയാം. അതിൽ തയമ്മും സഹീഹാകാനുള്ള ഷർത്തുകൾ പറയുന്നുണ്ട്. 8ാമത്തെ പാഠമാണ്. അതിൽ തയമ്മും സഹീഹാകാനുള്ള ഷർത്തുകൾ പറയുന്നത് 4 എണ്ണമാണ്. 1 സമയമാവുക. 2 തഹൂറായ പൊടിമണ്ണ് കൊണ്ടായിരിക്കുക. 3 വെള്ളം ഉപയോഗിക്കാൻ കഴിവുള്ളതായിരിക്കുക. 4 തയമ്മുമിൻ്റെ മുമ്പ് ശരീരത്തിലെ നജസ് നീക്കുക. ഇതൊക്കെ തയമ്മുമിൻ്റെ 4 ഷർത്തുകളാണ് കേട്ടോ. ഈ 2 വീതം ഉദാഹരണം എഴുതാൻ പറയുമ്പോൾ ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതിയാവും. ഇനി മിസ്വാക്ക് മുഅക്കദായ സുന്നത്തുള്ള അവസരങ്ങൾ. പ്രത്യേകം ശ്രദ്ധിക്കണം. ഇവിടെ പറയുന്നത് മിസ്വാക്ക് ചെയ്യൽ സുന്നത്ത് എന്നല്ല, മുഅക്കദായ സുന്നത്ത്. മുഅക്കദായ സുന്നത്തും സാധാ സുന്നത്തും വ്യത്യാസമുണ്ട്. കാരണം മുഅക്കദായ സുന്നത്താണല്ലോ ശക്തിയായ സുന്നത്ത് എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ മുഅക്കദായ സന്ദർഭങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 1. എല്ലാ നിസ്കാരത്തിനും വുളൂഇനും, അതുപോലെ ഖുർആൻ പാരായണം, ഹദീസ്, ശർഈയായ ഇൽമ് എന്നിവയുടെ പാരായണത്തിനും, വായ പകർച്ചയായ സമയത്തും, ഉറങ്ങാൻ ഉദ്ദേശിക്കുമ്പോഴും, ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോഴും, മരണം ആസന്നമായ അവസരത്തിലും മിസ്വാക്ക് മുഅക്കദായ സുന്നത്താണ്. പിന്നെ ആ പാഠത്തിൽ നിന്ന് തന്നെ കാര്യമായിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. ആ പാഠം നന്നായി പഠിക്കട്ടോ. അപ്പോൾ ഈ 4ാമത്തെ പേജിൽ കാര്യമായിട്ട് ചോദ്യങ്ങളും, അതുപോലെ ഹദീസിൻ്റെ അർത്ഥം, ഹദീസ് പൂരിപ്പിക്കാൻ വരാറുണ്ട്. അതുപോലെ നാക്കിൽ എങ്ങനെയാണ് നീളത്തിലും വീതിയിലും തേക്കേണ്ട രൂപം പറയുന്നുണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണെന്ന് ചോദിക്കും. ഇനി അടുത്തത് തയമ്മുമിൻ്റെ സുന്നത്തുകൾ. 1. ആദ്യത്തിൽ ബിസ്മി ചൊല്ലുക. അതുപോലെ മുഖം മേൽഭാഗം മുതൽ കൈ വിരലുകളുടെ തല മുതലും തടവൽ ആരംഭിക്കലും
തുടരെ ചെയ്യലും സുന്നത്താണ്. പിന്നെ ആ പാഠത്തു നിന്ന് കാര്യപ്പെട്ട ചോദ്യങ്ങളൊക്കെ വരാറുണ്ട്. അതിൽ വേറൊരു ചോദ്യമുണ്ട്, തയമ്മും ബാത്തിലാകും എന്തുകൊണ്ടെല്ലാം? വുളൂ മുറിയുന്ന കാര്യങ്ങൾ കൊണ്ടും മുർത്തദ്ദാവൽ കൊണ്ടും വെള്ളം ഇല്ലാത്തതിന് വേണ്ടി ചെയ്ത തയമ്മും വെള്ളം ലഭിക്കൽ കൊണ്ടും തയമ്മും ബാത്തിലാകും. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. അത് 8ാമത്തെ പാഠത്തിൽ അത്തയമ്മും എന്നുള്ള പാഠത്തിൻ്റെ അവസാന ഭാഗത്ത് നമുക്ക് കാണാം. അത് നിർബന്ധമായും പഠിക്കാം. ഇനി ഒരു തയമ്മും കൊണ്ട് ഫർള്, കിഫ, സുന്നത്ത് എന്നിവ ഡാഷ് പൂരിപ്പിക്കാനുള്ള പ്രവർത്തനമാണ്. ഒരു തയമ്മും കൊണ്ട് ഫർള്, കിഫ, സുന്നത്ത് എന്നിവ എത്രയും നിസ്കരിക്കാം. ഇനി അടുത്തത് പൂരിപ്പിക്കാനുള്ളത്, ഇസ്തിഹാദത്ത് കാരണം നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ ഡാഷ്. ഇസ്തിഹാദത്ത് കൊണ്ട് നിസ്കാരമോ നോമ്പോ അനുഷ്ഠിക്കാതിരിക്കാൻ പാടുള്ളതല്ല. അടുത്തത്, നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടുന്ന നജസ്സു കാണുന്നവന് അവന് ഡാഷ്. നിസ്കരിക്കാൻ ഉദ്ദേശിക്കുന്നവൻ്റെ വസ്ത്രത്തിലോ മറ്റോ പൊറുക്കപ്പെടാത്ത നജസ് കാണുന്നവന് അവനെ അറിയിക്കൽ നിർബന്ധമാണ്. അടുത്തത്, പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് ഡാഷ്. ഏത്? മുഖഫഫായ നജസ്. പാലല്ലാതെ ഒന്നും കഴിക്കാത്ത 2 വയസ്സ് തികയാത്ത ആൺകുട്ടിയുടെ മൂത്രമാണ് മുഖഫഫായ നജസ്. ഇനി അടുത്തത്, നജസ് ചേർന്ന കുറഞ്ഞ വെള്ളം. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേരെന്താണ്? മുത്തനജ്ജിസ് എന്ന് പറയും. നജസ് ചേർന്ന കുറഞ്ഞ വെള്ളത്തിന് മുത്തനജ്ജിസ് എന്ന് പറയും. അടുത്തത്, ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച് കുറഞ്ഞ വെള്ളം. അതിന് പറയുന്ന പേരെന്താ? ഫർളായ ശുദ്ധീകരണത്തിൽ ഉപയോഗിച്ച കുറഞ്ഞ വെള്ളത്തിന് പറയുന്ന പേര് മുസ്തഅമൽ. അടുത്ത പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് യോജിച്ചത് താഴേക്ക് എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, 5 വക്ത് നിസ്കാരം. അതെന്താണ്? ബ്രാക്കറ്റിൽ കാണാം, ഫർള് ഐൻ. എന്താണ് ഫർള് ഐൻ എന്നാൽ? അതെ, ഓരോ വ്യക്തിയുടെ മേലിലും നിർബന്ധമാക്കപ്പെട്ടതാണ്. ഫർള് ഐനാണ് 5 വക്ത് നിസ്കാരം. അടുത്തത്, മയ്യിത്ത് നിസ്കാരം. മയ്യിത്ത് നിസ്കാരം എന്താണ്? ഫർള് കിഫയാണ്. അതായത് ഒരാൾ ചെയ്താൽ സമൂഹത്തിൽ ബാക്കിയുള്ളവരെല്ലാം കുറ്റത്തിൽ നിന്ന് ഒഴിവാകും. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാവും. അതിൻ്റെ ഉദാഹരണം പറയുമ്പോൾ മയ്യിത്ത് നിസ്കാരം എന്ന് എഴുതട്ടോ. ഫർള് കിഫക്ക് ഒരു ഉദാഹരണം ചോദിച്ചാൽ മയ്യിത്ത് നിസ്കാരം. ഇനി ഫർള് ഐനിനാണെങ്കിൽ നിസ്കാരം, അതുപോലെ നോമ്പ്, ഇതൊക്കെ പറ്റും കേട്ടോ. മൂന്നാമത്തത്, മദ്യപാനം. മദ്യപിക്കുക എന്നുള്ള എന്താണ്? ഹറാം. ബ്രാക്കറ്റിൽ കാണാം, ഹറാം. 4, നിസ്കാരത്തിൽ തല തുറന്നിടൽ. നിസ്കാരത്തിൽ തല തുറന്നിടുന്നതിൻ്റെ വിധി കറാഹത്ത്. അടുത്തത്, നല്ല ചെരുപ്പ് ധരിക്കൽ. അത് ബ്രാക്കറ്റിൽ കാണാം, ഹലാൽ. അടുത്തത്, ഉറക്കം, മറവി എന്നീ കാരണങ്ങൾ കൊണ്ടല്ലാതെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല. അത് നിസ്കാരമാണ്. നിസ്കാരം ഈ 2 കാരണങ്ങൾ കൊണ്ടല്ലാതെ, ഉറക്കം, മറവി എന്നിവ കൊണ്ടല്ലാതെ സമയത്തെ തൊട്ട് പിന്തിക്കാവതല്ല. അടുത്തത്, കഞ്ഞിവെള്ളം. കഞ്ഞിവെള്ളം ത്വാഹിറാണ്. അടുത്തത്, കടൽ വെള്ളം. കടൽ വെള്ളം തഹൂറാണ്. അപ്പോൾ ഇതോടുകൂടെ ഫിഖുവുമായി ബന്ധപ്പെട്ട 5ാം ക്ലാസ്സിൻ്റെ പദവാർഷിക പരീക്ഷയ്ക്കുള്ള മോഡൽ ചോദ്യങ്ങൾ അവസാനിച്ചു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.